ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. യഥാർത്ഥ ജനവിധിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്, ഞങ്ങളും കാത്തിരിക്കുന്നതാണ്. അപ്പൊ ഈ പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യത്തെ ജനത ഉചിതമായൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ സർവേ ഫലങ്ങൾ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കബിൾ ആയിട്ട് ഞങ്ങളുടെ ഒരു കണക്കൂട്ടിൽ വെച്ച് തോന്നുന്നില്ല. പല സ്റ്റേറ്റിലും കോൺഗ്രസിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് അവർ പ്രഡിക്ട് ചെയ്തതിനേക്കാളും വ്യത്യസ്തമായി കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ അവസാന റൗണ്ട്, പിന്നെ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ അവസാന റൗണ്ട് കണക്കൂട്ടൽ. ഇനിയിപ്പോൾ എന്തായാലും മണിക്കൂറുകൾ മാത്രമാണുള്ള ബാക്കി. അപ്പൊ 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം. അതല്ല, ഒരിക്കലും തോന്നുന്നില്ല. കേരളത്തിൽ BJPക്ക് 3 സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്ന അതാണ് അവരുടെ ഒരു പാറ്റേൺ എങ്കിൽ ആ പാറ്റേൺ തന്നെയാവും രാജ്യമെമ്പാടും സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതങ്ങനെ അത്ര ഒരു ഫിറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ യഥാർത്ഥ ജനവിധിയെ കാത്തിരിക്കുന്നു. അത് വ്യത്യസ്തമായിട്ടൊരു ചിത്രമായിരിക്കും രാജ്യത്ത് നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നു. ചില സർവേകൾ CPM സീറ്റേ പറയുന്നില്ല, പക്ഷെ BJPക്ക് സീറ്റ് ഉണ്ട്. അല്ല, ഇനിയിപ്പം അതിൽ അവസാനം പറഞ്ഞ ഘടകത്തോടൊന്നും യോജിപ്പില്ല. ഇപ്പം 1 മുതൽ 3 വരെയുള്ള സീറ്റ് BJPക്ക് എന്ന് പറയുന്നതിന്റെ അതൊക്കെ ഒരു ബേസ് എന്നാണെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മികച്ച വിജയം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 20 സീറ്റിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അപ്പം അത് കഴിയുമ്പോൾ ഔദ്യോഗികമായിട്ട് വരും. അപ്പം നമുക്ക് അതെ 20-20 കിട്ടാവുന്ന സാഹചര്യമാണുള്ളത്. അതിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോ ഏതായാലും ആയല്ലോ, ഇപ്പൊ വേവോളം നമ്മൾ കാത്തു, ഇനി ആരോളം കൂടെ കാക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം വടകരയിൽ ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൗണ്ടിങ്ങിന് ശേഷം ഇതുവരെ നടന്ന ആവർത്തിക്കാതെ ഒരു പുതിയ ക്ലീൻ സ്ലേറ്റിലേക്ക് പോകണമെന്നല്ലേ താങ്കളടക്കം ആഗ്രഹിക്കുന്നത്? ഉറപ്പായിട്ടും അത് അങ്ങനെ ആഗ്രഹിക്കുക തന്നെയാണ്. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുക തന്നെയാണ് വേണ്ടത്. ഇലക്ഷന്റെ പേരിൽ വിഭാഗീയതയും പിന്നെ സംഘർഷങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല വടകരയിലെ ജനങ്ങളും ഞങ്ങളാരും. വടകരയിൽ സമാധാനപൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ച പല പരാതികളും പോലീസ് തീർപ്പ് കൽപ്പിക്കാഞ്ഞിട്ട് പോലും പോലീസിന്റെ അത്തരം ഇനീഷ്യേറ്റീവ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ഞങ്ങൾ സഹകരിക്കുന്നത് നാടിന്റെ സമാധാനത്തെ ഓർത്തിട്ടാണ്. ആ സമാധാനത്തെ കെടുത്താനുള്ള ഏറ്റവും ഹീനമായ മാർഗം ചില വ്യാജ സൃഷ്ടികളാണ്. ആ വ്യാജ സൃഷ്ടികളുടെയും നിർമ്മിതികളുടെയും പിന്നിൽ ആരാണെന്ന് പോലും അന്വേഷിച്ചാൽ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പോലീസിന്റെ മെല്ലപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം എന്ന നിലക്കാണ് UDF-ഉം RMP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അതിനോടൊക്കെ സഹകരിക്കുന്നത്. അതിന്റെ അർത്ഥം ഞങ്ങളത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് പ്രൊവോക്കേറ്റീവായിട്ടൊന്നും അക്കാര്യത്തിൽ പറയാനില്ല. പക്ഷെ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോ ഏറ്റവും ഒടുവിൽ പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ സൃഷ്ടി ഉൾപ്പെടെ ഉണ്ടാക്കിയത് ആരാണെന്ന് പോലീസ് കണ്ടെത്തി ശിക്ഷിക്കണം. അതൊരു നാടിന്റെ സമാധാനത്തെ കെടുത്താനും ഒരു നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അൺഇന്റൻഷനലല്ല, ഇന്റൻഷനലി ചെയ്തു വെച്ചൊരു കാര്യമാണ്. അത് ഞാൻ ആരെങ്കിലും അറിയാതെ ചെയ്തു വെച്ചൊരു കാര്യം ആ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതിനെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വല്ലാതെ ഓൺ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. വടകരയിലെ സ്ഥാനാർത്ഥി വടകര ഇത്തവണ തീപാറുന്ന മത്സരം എന്ന് പൊതുവെ വിലയിരുത്തിയ മണ്ഡലം ആണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായ ഒരു മെജോറിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലവും വടകര. തീർച്ചയായും നമുക്ക് അതിഥികളോട്